2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. അതുകൊണ്ട് തന്നെ ഓരോ ആരാധനയിലും ദൈവമാതാവ് ദുരന്തമുഖങ്ങളെ അതിജീവിക്കുവാനുള്ള നമ്മുടെ കുടുംബത്തിൽ, നാട്ടിൽ, രാജ്യത്ത് ഉണ്ടാകുവാൻ പോകുന്ന ദുരന്തമുഖങ്ങളെ അതിജീവിക്കാൻ വേണ്ട വചനങ്ങളാണ് ഈ മരിയൻ ഉടമ്പടി ആരാധനയിലൂടെ നമുക്ക് നൽകുന്നത്. ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്കൊരു നിമിഷം ഉച്ചത്തിൽ സ്തുതിക്കാം. ഹാലലൂയ, ഹാലലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹാലലൂയ, 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 മഹത്വം, മഹത്വം, ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന, ഹാലലൂയ, 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 ഹാലലൂയ. നമുക്ക് മുട്ടുമേലായിരിക്കാം. ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഗായക സംഘത്തോട് ചേർന്ന് വലിയ സന്തോഷത്തോടെ ഈ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ നമ്മളെ പ്രത്യേകമായിട്ട് വഴി നടത്തിയതിനും നമ്മളിവിടെ എത്തിച്ചതിനും അവരുടെ ഓരോ മക്കളുടെയും വ്യക്തിപരമായിട്ടുള്ള ഓരോ നിയോഗങ്ങളെയും ഏറ്റവും അടുത്ത് നടക്കുന്ന ഈ മരിയൻ ഉടമ്പടി ആരാധനയിൽ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. ഒപ്പം തന്നെ റാലിയുടെ പ്രത്യേകമായിട്ടുള്ള ആഗോള മിഷന് വേണ്ടിയിട്ടും, അതായത് ലോകസമാധാനത്തിന് വേണ്ടിയിട്ടും പീഡിത സഭകൾക്ക് വേണ്ടിയിട്ടും പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വർദ്ധിച്ച സന്തോഷത്തോടെ അധിക അഭിഷേകത്തോടെ റാലിയിൽ നിന്ന് സ്വീകരിച്ച അഖണ്ഡ ജപമാല മഹാറാലിയിലൂടെ ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് ഗായക സംഘത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ പാടി പ്രാർത്ഥിക്കാം. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താലേ ആരാധിക്കുന്നു. മാളികമുറിയിൽ തീയായി പരിശുദ്ധാത്മാവേ, ദാനത്തോടെ ആരാധിക്കുന്നു. മാളികമുറിയിൽ തീയായി പരിശുദ്ധാത്മാവേ, കൈകൾ ഉയർത്തി നിറയണമേ നീ നിന്നുള്ളിൽ നീരാവണമേ, ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ നിന്നുള്ളിൽ നീരാവണമേ, ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെഞ്ചടന്മാരും രണ്ടായി മാറ്റിയൊരു അഭിഷേകം കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെഞ്ചടന്മാരും രണ്ടായി മാറ്റിയൊരു അഭിഷേകം കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. പരിശുദ്ധാത്മാവേ, 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 എല്ലാവരും ചേർന്ന് പരിശുദ്ധാത്മാവേ, 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 അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താലേ ഉച്ചത്തിൽ പാടി പ്രാർത്ഥിക്കാം. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താലേ പരിശുദ്ധാത്മാവേ, ദാനത്തോടെ ആരാധിക്കുന്നു. മാളികമുറിയിൽ തീയായി പരിശുദ്ധാത്മാവേ, ദാനത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 കൃപാസന മാതാവിനും ഈശോയ്ക്കും
കോടാനുകോടി നന്ദി. എൻ്റെ പേര് ബിന്ദു ജോൺസൺ. ഞാൻ ഒരു ടീച്ചറാണ്. വൈപ്പിനിൽ നായരമ്പലത്ത് നിന്നാണ് വരുന്നത്. മാനാട്ടുപറമ്പ് തിരുഹൃദയ ദേവാലയം ഇടവകക്കാരിയാണ് ഞാൻ. 2023 ഒക്ടോബർ മാസത്തിലാണ്, ഇതുപോലെ തന്നെ ഒരു ഒക്ടോബർ മാസത്തിലാണ് ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടിക്ക് മുൻപ് 1-2 തവണ ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിലും ഉടമ്പടി എടുക്കാൻ വന്നത് കഴിഞ്ഞ 2023 ഒക്ടോബർ 8-ാം തീയതി ആയിരുന്നു. അതിനുശേഷം പല ദൈവിക അനുഭവങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു. എന്നാൽ സക്കേവൂസിൻ്റെ കഥ അച്ഛനിപ്പോൾ പറഞ്ഞതുപോലെ എനിക്ക് വളരെയധികം എന്തൊക്കെയോ ഒരു വലിവുകളുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു സാക്ഷ്യം പറയാൻ മുന്നോട്ട് വരാൻ തക്ക വിധം ഒരു അനുഗ്രഹം എൻ്റെ മാതാവ് എനിക്കിപ്പോഴാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇവിടെ വന്ന് നിന്ന് ഇത് പറയാനുള്ളൊരു ധൈര്യം കൂടി ലഭിച്ചു. കഴിഞ്ഞ മാർച്ച് 14-ാം തീയതിയോടുകൂടി എൻ്റെ മകനൊരു ചുമ പനിയൊക്കെ ആയിട്ട് തുടങ്ങി. കുറച്ച് ദിവസം ഞങ്ങൾ അവിടുത്തെ ഒരു ഞാറയ്ക്കൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് കഴിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണിൽ ചെറിയൊരു ചുവപ്പ് കണ്ടു തുടങ്ങി. അപ്പോൾ നമ്മൾ വീണ്ടും ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് കണ്ണിക്കേടാണെന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും രണ്ടാമത് നമ്മൾ വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ മാറ്റി കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ചെറിയ ഒരു വയറിൻ്റെ ഭാഗത്തായിട്ട് ചെറിയൊരു തടിപ്പ് കാണാൻ തുടങ്ങി. അപ്പോൾ മീസൽസിൻ്റെ ആരംഭമാകാം. ചെറിയ കുട്ടികളിൽ മീസൽസ് വരുന്നത് പോലെയല്ല, 20 വയസ്സായ ആൾക്ക് മീസൽസ് വന്നാൽ അത് വളരെയധികം അപകടം നിറഞ്ഞൊരു ഘട്ടമായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് അഡ്മിറ്റായി നമുക്ക് ചികിത്സ തുടരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ക്രിസ്തു ജയന്തി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പക്ഷേ ഏകദേശം വൈകുന്നേരമായപ്പോൾ തന്നെ മോൻ്റെ ഭാവം മാറി തുടങ്ങി. അവനാകെ പനിയൊക്കെ ആയി, മേല് മുഴുവനും ഒത്തിരി കുമ്മളകൾ വരാൻ തുടങ്ങി. അങ്ങനെ വൈകുന്നേരത്തോടെ ഞങ്ങൾ ക്രിസ്തു ജയന്തിയിൽ നിന്ന് ലൂർദ് ഹോസ്പിറ്റലിലേക്ക് വരികയും അവിടെ വന്ന ഉടനെ തന്നെ കാഷ്വാലിറ്റിയിൽ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു റൂമിലേക്ക് മാറ്റുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾ കാണുന്നത് കുഞ്ഞിൻ്റെ ദേഹം മുഴുവനും വളരെ വലിയ കുരുക്കൾ വന്നു തുടങ്ങി. അപ്പോൾ ഡോക്ടേഴ്സ് നോക്കിയിട്ട് പറഞ്ഞത് മെഡിസിൻ അലർജി ആയതാണ്, ആൻറ്റിബയോട്ടിക് അലർജി ആയതാണ്. പക്ഷേ ഇത് ഓരോ ദിവസവും കാണുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോകും, നിങ്ങൾക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നേരിടാനുള്ള ഒരു ധൈര്യം മാതാപിതാക്കളായ നിങ്ങൾക്ക് ഉണ്ടാവണം, ഞങ്ങളുടെ ചികിത്സയോട് സഹകരിക്കണം എന്നവർ പറയുകയുണ്ടായി. ആ നിമിഷം ഞങ്ങൾ എല്ലാവരും തകർന്ന ഹൃദയത്തോടെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് മാതാവിനോടായിരുന്നു. കൃപാസന മാതാവിൻ്റെ ഉടമ്പടി എടുത്ത ആളായതുകൊണ്ട് തന്നെ എൻ്റെ കൈവശം എപ്പോഴും ഒരു കൊന്തയും ആ ഉടമ്പടി രൂപവും ഉണ്ടാകുമായിരുന്നു. അപ്പോൾ മോനെ ICUവിലേക്ക് മാറ്റുകയാണ്, അതും ഐസൊലേറ്റഡ് ആയിട്ടുള്ള ICUവിലേക്കാണ് മാറ്റുന്നതെന്ന് പറഞ്ഞപ്പോൾ മാറ്റുന്ന സമയത്ത് ഞാൻ ആ കൊന്തയും ആ ഉടമ്പടി കാശ് രൂപവും കൂടി മോൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവനത് വിശ്വാസത്തോടെ തന്നെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയി. അതിനുശേഷം പിന്നെ ഞങ്ങൾ കാണുമ്പോൾ കൊച്ചിൻ്റെ കണ്ണൊക്കെ അടഞ്ഞു പോയായിരുന്നു. ഞങ്ങളെ കാണാൻ പറ്റാത്ത വിധം അടഞ്ഞു പോയി. അവന് ഞങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല, വായ തുറക്കാൻ പറ്റില്ല. ഉള്ളിലെല്ലാം നിങ്ങൾ കാണുന്നത് പോലെ തന്നെ വളരെ വലിയ കുരുക്കൾ വന്ന് അത് കറുത്ത രൂപത്തിലായി, തികച്ചും പൊള്ളി, ഏകദേശം ഒരു 80% പൊള്ളലേറ്റ ഒരാളുടെ അവസ്ഥയിലേക്ക് മകൻ മാറി. നമ്മൾ എല്ലാവരും അസുഖം മാറാൻ മരുന്ന് കഴിക്കും. പക്ഷേ ഒരു മരുന്ന് മൂലം ഉണ്ടാകുന്ന ഒരു അസുഖം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു അനുഭവമായിരുന്നു. അവൻ്റെ വായെല്ലാം തന്നെയും നിങ്ങൾക്ക് കാണാം, ഒരു എന്താ പറയുക, ഒരു തീ മൊത്തം പൊള്ളി അവസ്ഥയിലായിരുന്നു. എല്ലാ സ്കിൻ മുഴുവനും പൊള്ളി കറുത്ത് വലിയ കുരുക്കളിൽ വെള്ളം നിറഞ്ഞു കിടക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഓരോ അവയവങ്ങളിലും അവൻ്റെ ജനറ്റിക്സൊക്കെ 20 വയസ്സായ മകനാണ്, വാഴയിലയിലാണ് കിടത്തിയിരുന്നത് ICUവിൽ. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ. അവൻ്റെ ഏറ്റവും വലുത് അവൻ്റെ മാനസികാവസ്ഥയായിരുന്നു. 20 വയസ്സുള്ള ഒരു മകൻ, ചെറിയ കുട്ടികളാണ് അവിടുത്തെ നഴ്സുമാർ, അവരുടെ മുന്നിൽ വസ്ത്രങ്ങളൊന്നും ഉടുപ്പ് ഉപയോഗിക്കാതെയൊക്കെ ആയിരുന്നു അവൻ്റെ കിടന്നിരുന്നത്. അത്രയും അവസ്ഥയിലും അവൻ പക്ഷേ മാതാവിനെ കൈവിട്ടില്ല. ഞാൻ കൊടുത്ത കൊന്തയിൽ അവൻ്റെ ധൈര്യം അർപ്പിച്ച് അവരെല്ലാവരും, ആ ലൂർദ് ഹോസ്പിറ്റലിലുള്ള ഓരോ സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, അവിടുത്തെ ഫാദേഴ്സൊക്കെ അവന് കുർബാന കൊടുക്കാനൊക്കെ ചെല്ലുമ്പോൾ അവരെല്ലാവരും എന്നോട് പറയുന്നത് അവൻ ആ കൊന്തയിൽ നിന്ന് ഒരു നിമിഷം പോലും കൈവിട്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഉടമ്പടി രൂപം തന്നെയാണ് അവനെ സംരക്ഷിച്ചത്. ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ആദ്യമായിട്ട് അവന് കൊടുത്തത്
ഇവിടുത്തെ ഉപ്പിട്ട ഒരു അല്പം കഞ്ഞിവെള്ളമായിരുന്നു, അത് പിന്നീട് ഇറക്കാൻ സാധിച്ചു. അതുപോലെ ഒരു കുറച്ച് ദിവസം, ഒരു 4-5 ദിവസത്തെ വലിയ പരീക്ഷണങ്ങളുടെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടനും ചേച്ചിയും കൂടെ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് ഈ പിക്ചർ നമ്മളിവിടെ സമർപ്പിച്ചു. അച്ഛനത് നമ്മുടെ അൾത്താരയിൽ അത് മാതാവിൻ്റെ രൂപത്തോട് ചേർത്ത് വെച്ചു പ്രാർത്ഥിച്ചിട്ട് അവൻ്റെ കഴുത്തിലണിയാനായിട്ടൊരു ചെറിയൊരു കാശ് രൂപവും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു അത് അവൻ്റെ ബെഡിനടിയിൽ സൂക്ഷിക്കുക, ഒരു നിമിഷം പോലും മാതാവ് വൈകില്ല, നിങ്ങൾക്കതിനുള്ള സൗഖ്യം കിട്ടിയിരിക്കും എന്ന് ഉറപ്പ് പറഞ്ഞു വിട്ടു. അന്ന് കൊണ്ടുവന്ന തൈലവും ആ തേനുമെല്ലാം ഡോക്ടേഴ്സ് പലപ്പോഴും നമ്മളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാമോ എന്ന് പോലും അവർ നമ്മളെ പറയാറില്ല. കാരണം ഇവൻ്റെ ശരീരത്തിലൊക്കെ നിറയെ പൊള്ളലൊക്കെ ഉള്ളതുകൊണ്ട് എണ്ണയൊക്കെ ഉപയോഗിക്കാമോ എന്നുള്ളത് സംശയമായിരുന്നു. പക്ഷേ ഞാൻ എപ്പോഴെല്ലാം എനിക്ക് അവസരം ലഭിച്ച ICUവിൻ്റെ ഉള്ളിൽ കയറിയാലും ഞാനത് അവൻ്റെ മേൽ എല്ലാം തൈലം പൂശുകയും പ്രാർത്ഥിക്കുകയും നെറ്റിയിൽ കുരിശ് വരച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എന്നേക്കാളുപരി അവിടുത്തെ ഓരോ നഴ്സുമാരും ഇവിടുത്തെ കൃപാസന മാതാവിൻ്റെ ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. അവിടുത്തെ ഓരോ കന്യാസ്ത്രീമാരായാലും സിസ്റ്റേഴ്സായാലും ഇവിടെ വിശ്വാസമുള്ളവർ ഇവിടെ വരുന്നവർ ഓരോ ദിവസവും അവനെ കാണുമ്പോൾ അവൻ്റെ നെറ്റിയിൽ അത് കുരിശ് വരച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ഏകദേശം ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറയുന്നത് ഇനി ഒരു 3 മാസക്കാലമെങ്കിലും നിങ്ങൾ ഇവിടെ തന്നെ കഴിയേണ്ടി വരും. ഈ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തിയൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ഒരു കണ്ണ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും, ഒരു കണ്ണിൽ ഭാഗികമായിട്ട് അവന് കാഴ്ചയുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പറഞ്ഞത്. അവർക്ക് താഴേൽ ICUവിൽ നിന്ന് മാറ്റിയിട്ട് ഒരു മൈക്രോസ്കോപ്പ് ടെസ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇതിനെ പറയുന്നത് ടോക്സിക് എപ്പിഡെർമിക് നെക്രോസിസ് എന്നാണ് പറയുന്നത്. ഇത്രയും വലിയൊരു രോഗത്തിൻ്റെ പേര് പോലും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇത് വളരെ ഭയങ്കര ഒരു അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പേടിച്ച് എന്ത് ചെയ്ത് എൻ്റെ മകനെ രക്ഷപ്പെടുത്തുമെന്ന് ചിന്തിച്ച ഒരവസ്ഥയിൽ പരിപൂർണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മാതാവ് തന്നെയാണ് കൂടെ ഉണ്ടായത്. ഞാൻ ഒരു മാതാവിൻ്റെ ഇടവകയിൽ ജനിച്ച ആളാണ്. ഇപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നതും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഇടവകക്കാരിയാണ് ഞാൻ. അത്രയധികം ഞങ്ങൾ മാതാവിലും ഈശോയിലും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് ഈ അമ്മ മാതാവ് തന്നെയാണ് എൻ്റെ മോൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ICUവിൽ ഏകദേശം 15 ദിവസത്തോളം എൻ്റെ മകൻ ഒരു വാക്ക് ഉരിയാടാൻ പറ്റാതെ, അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാതെ ജ്യൂസ് മാത്രം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കലും അതുപോലെ മറ്റ് ട്രിപ്പ് വഴിയൊക്കെയുള്ള ഭക്ഷണങ്ങളൊക്കെ ആയിരുന്നു. പിന്നീടാണ് പതുക്കെ അതും ഇവിടുത്തെ ഉപ്പൊക്കെ കൊണ്ടുവന്നിട്ട കഞ്ഞിവെള്ളമൊക്കെ ആയിരുന്നു നമ്മൾ ആദ്യം കൊടുത്തത്. തേനൊക്കെ ചുണ്ടിൽ തേച്ച് കൊടുത്തു. അവൻ്റെ ചുണ്ടിൻ്റെയൊക്കെ അവസ്ഥയെന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിരുന്നു. അത്രയും വിണ്ട് പൊളിഞ്ഞ്. മാർച്ച് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നോയമ്പ് കാലമായിരുന്നു. ഞങ്ങളും നോയമ്പിലായിരുന്നു. ആ നോയമ്പ് സമയത്ത് ഇവനെ കയ്യിൽ പിടിച്ച് ടോയ്ലറ്റിലേക്ക് നടക്കുമ്പോൾ ഞാൻ മാതാവിനെയാണ് എപ്പോഴും ഓർത്തിരുന്നത്. കാരണം 33 വയസ്സുള്ള മകനെ ഏറ്റവും മുറിവേറ്റൊരു ശരീരത്തോടെ കൂടെ കണ്ട ഒരു അമ്മയുടെ മനസ്സായിരുന്നു എനിക്ക്. അതുപോലെ തന്നെയായിരുന്നു ഇവൻ്റെ കൂടെ ഞാനും നടന്നിരുന്നത്. അവനെ കൈപിടിച്ച് നടക്കുമ്പോൾ ഒരു പീഡാസഹനമായിരുന്നു ഞാനും അനുഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ചത് എങ്ങനെയെങ്കിലും ഈ ഒരു ഈസ്റ്റർ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എൻ്റെ കുടുംബത്തിൽ തരണേന്നായിരുന്നു. അത് ഞങ്ങൾക്ക് സാധിച്ചു തന്നു മാതാവ്. ആ ഉയർപ്പിന് മുൻപ് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തി. 20 ദിവസം 3 മാസമെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 20 ദിവസത്തിന് ശേഷം ആ ആശുപത്രി വിട്ടു പോകാൻ സാധിച്ചു. ഓരോ ദിവസവും ഇവൻ്റെ കുളിക്കുന്ന വെള്ളത്തിലൊക്കെ ഞാൻ ഈ ഉടമ്പടി തൈലം ഇടുമായിരുന്നു. അപ്പോൾ നമുക്ക് കാണാം ഈ പൊഴിഞ്ഞു പോകില്ല, പാടുകളുണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്ന ആ തൊലികളെല്ലാം കൊഴിഞ്ഞു പോയി. ഇവനെ കുളിപ്പിച്ച് കഴിയുമ്പോൾ ആ ബാത്റൂം മുഴുവനും കറുത്ത തൊലികളായിരുന്നു. അതൊഴുകി പോകുന്നത് കാണുമ്പോൾ അമ്മ മാതാവ് തന്നെ അവനെ സുഖപ്പെടുത്തിയത് നമുക്ക് ഓരോ നിമിഷവും അറിയാമായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങളുടെ സാക്ഷ്യമായിരുന്നു ഇവിടെ വന്നിട്ട് മോനോടൊപ്പം തന്നെ വന്നം എന്നുള്ളത്. പക്ഷേ ഏകദേശം ഇപ്പോൾ ഇത്രയും മാസം അവന് റെസ്റ്റായിരുന്നു. വെയിലൊന്നും കൊള്ളാൻ പാടില്ലായിരുന്നു, പുറത്ത് ഇതുപോലെ ആൾക്കൂട്ടത്തിൽ വരാൻ പാടില്ലായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ഇതൊക്കെ ആയി, ആശ്വാസമായി. ഇപ്പോൾ അവൻ ക്ലാസ്സിലൊക്കെ പോയി തുടങ്ങി. അവൻ്റെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് കുറേ ദിവസത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ പതുക്കെ അതൊക്കെ സുഖമായി കിട്ടി. ആ കാഴ്ച ലഭിച്ച ദിവസവും അന്ന് ഇതുപോലെ തന്നെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം ഈ കാഴ്ച ഇവനൊട്ടും തന്നെ എന്നെ കാണാനൊന്നും പറ്റില്ലായിരുന്നു. ഇവനിങ്ങനെ ഞാൻ സംസാരിക്കുന്ന കേട്ട് മാത്രമാണ് എന്നെ തിരിച്ചറിഞ്ഞത്. അന്ന് ഈ കാഴ്ച ലഭിച്ച ദിവസം ഞങ്ങൾ ഇവൻ്റെ കണ്ണിൽ ഇത് പുരട്ടി കൊടുത്തിട്ട് സിസ്റ്ററും ഞാനും കൂടെ മാറി നിൽക്കുന്ന ഇവൻ ഉറക്കമായിരുന്നു. ആ ഉറക്ക സമയത്ത് ഉറക്കത്തിൽ ഇവൻ എന്നോട് ചോദിക്കുന്നുണ്ട്, ആരാണ് എൻ്റെ കണ്ണ് ക്ലീനാക്കുന്നത്?
ഒരു ചുവന്ന ഉടുപ്പിട്ട് ആരാണ് ഇവിടെ വന്നതെന്നൊക്കെ ഇവൻ ചോദിച്ചു. പക്ഷെ ആ സമയത്ത് നമുക്കതൊന്നും അത്ര അങ്ങനെ ഒരു രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ പിന്നീട് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഒന്നുകിൽ അമ്മയുടെ ഒരു അനുഭവം അവൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും അവൻ വിളിച്ചതും അവൻ കണ്ടതും ഒരു മരിയ എന്ന് പറഞ്ഞ ഒരു സിസ്റ്ററിൻ്റെ പേരായിരുന്നു വിളിച്ചത്. മരിയ സിസ്റ്റർ ചുവന്ന ഉടുപ്പിട്ട് വന്നിട്ട് എന്നെ ക്ലീൻ ചെയ്തു എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് അന്നേരത്തെ നമുക്കത് അത്രയൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പക്ഷെ പിന്നീട് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതൊരു അനുഭവം തന്നെ ആയിരുന്നിട്ടുണ്ടെന്ന്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഭയങ്കര ശക്തമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഖ്യഹൂസിനെ പോലെ ഒഴിഞ്ഞു മാറി മറ്റുള്ളവർക്ക് പറയണത് കേട്ട് മാത്രം സൈഡിലൊരു സിക്കമൂർ മരത്തിലായിരുന്നു ഞാൻ എപ്പോഴും. എനിക്ക് ഇവിടെ വന്ന് എന്ത് സാക്ഷ്യം കേൾക്കുമ്പോഴും ഒരു സൈഡിലിരുന്ന് കേട്ടിട്ട് നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് പോകുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് വളരെ വലിയൊരു അനുഭവം തന്ന് എൻ്റെ കുടുംബത്തിൽ വന്ന് ഈശോ എൻ്റെ കൂടെ തന്നെ എനിക്കൊരു സാക്ഷ്യത്തിനുള്ള ഇത് എൻ്റെ അമ്മ മാതാവ് എനിക്ക് നേടിത്തന്നു. ഒരു മരണത്തിൻ്റെ വക്കിൽ നിന്ന് എൻ്റെ മോനെ എനിക്ക് തിരിച്ചു തന്നു. അതിന് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് ഉടമ്പടി എടുത്ത ദിവസങ്ങളിലെല്ലാം ഞാനിവിടെ വരുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ആധാരം പണയത്തിലായിരുന്നു. ഏകദേശം 8 വർഷത്തിലായിട്ട് അത് ബാങ്കിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കണമായിരുന്നു. അപ്പോൾ അത് ഏത് വിധത്തിൽ അത് തിരിച്ചെടുക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു എത്ര ശ്രമിച്ചിട്ടും അത് നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ എഴുതിയിരുന്നു എനിക്കത് സാധിച്ചാൽ അമ്മയുടെ നടയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറയും എന്നുള്ളത്. എനിക്കറിയില്ല, ചിലപ്പോൾ മകൻ്റെ ഈ അസുഖത്തോടെ എന്നെ ഒത്തിരി പേര് ഞങ്ങളുടെ അവസ്ഥകളൊക്കെ പലരും അപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും നമ്മളെ സഹായിച്ചു സാമ്പത്തികമായിട്ടൊക്കെ. അതിൻ്റെ പേരിലും പിന്നീട് ഞങ്ങളുടെ ഒരു പരിശ്രമത്തിൻ്റെ പേരിലും ഈ 2 ദിവസം മുന്നേ ഞങ്ങൾക്ക് ആ ആധാരം തിരിച്ചെടുക്കാൻ സാധിച്ചു. അപ്പോൾ അതിനും ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി. ഇനി ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത് ഞാൻ ടീച്ചറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് കൂട്ടായ്മകളുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ സാധിക്കുന്ന എല്ലാവർക്കും തന്നെ ഞങ്ങൾ ആ ഗ്രൂപ്പ് വഴിയും അല്ലാതെയും ഒക്കെയുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട്. അതേപോലെ പത്രം ഞാനിവിടെ വന്ന് 3 മാസം കൂടുമ്പോഴാണ് പത്രം വാങ്ങിക്കുന്നത്. അത് സാധിക്കാവുന്ന എല്ലാ രോഗികളിലേക്കും തന്നെ എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ സാധിക്കുന്ന മറ്റ് സഹായങ്ങളും സാമ്പത്തികമായ അല്ലാതെ ഭക്ഷണമായോ മനുഷ്യർക്കായാലും മൃഗങ്ങൾക്കായാലും എന്നെക്കൊണ്ട് സാധിക്കുന്ന എല്ലാവർക്കും തന്നെയും ഞാനത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനും ഈശോയ്ക്ക് നന്ദി പറയുന്നു. പിന്നെ എനിക്കൊരു സാക്ഷ്യമായി വളരെ നിങ്ങളോട് എല്ലാവരോടും പറയാൻ തോന്നുന്നത്, ഇപ്പോൾ ഈ ആധാരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അതിനു വേണ്ടി ഞാൻ ചെയ്തൊരു കാര്യം എല്ലാവരും കൃപാസനം പത്രത്തിൻ്റെ ആ ഒരു സാധ്യത എത്രത്തോളം അല്ലെങ്കിൽ അതിൻ്റെ നമുക്ക് കിട്ടാവുന്ന അത്ഭുതങ്ങൾ എത്രത്തോളം എന്നുള്ളതൊരു എനിക്ക് കിട്ടിയൊരു അനുഭവം ഞാൻ പങ്കുവെക്കുകയാണ്. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ എപ്പോഴും എന്ത് കടബാധ്യതകളുണ്ടെങ്കിലും ഒരു പണയം വെച്ചതായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഈ ലോണിൻ്റെ ബുക്കുകളൊക്കെ ആയിക്കോട്ടെ മാതാവിൻ്റെ അല്ലെങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ താഴെയായിട്ട് ഞാനത് സൈഡിൽ എവിടെയെങ്കിലും ഒതുക്കി വെക്കും. എന്നിട്ട് ഞാനത് വെക്കുമ്പോൾ പറയും എൻ്റെ കയ്യിലൊന്നുമില്ല, അമ്മയ്ക്കും ഈശോയ്ക്കും മനസ്സാവുന്ന ഒരു നിമിഷം എനിക്ക് ഇതിൽ നിന്നൊരു മോചനം തന്നേക്കണേന്ന്. അപ്പോൾ എനിക്കത് വലിയൊരു സാക്ഷിയായിട്ട് തന്നെ നിങ്ങളോട് ഞാൻ പറയുകയാണ്. മോനെ ഇത്രയും സംരക്ഷിച്ചതിനും അവൻ്റെ ദേഹത്ത് ഒരു പാടുപോലും ഇല്ലാത്ത രീതിയിൽ മാറ്റി തന്നു. ഉൾവശങ്ങളിൽ കുറച്ചും കൂടെയൊക്കെ ബാലൻസ് ഉണ്ടെങ്കിലും അവന് ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. അവനൊരു ഡിഗ്രിക്ക് പഠിക്കുന്ന കൊച്ചാണ്, കോളേജിൽ പോകണം, എല്ലാവരെയും ഫേസ് ചെയ്യണം, അതൊക്കെ അവൻ്റെ ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ കണ്ണിൻ്റെ കാഴ്ച പോയാൽ അവൻ BCA ആണ് പഠിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കേണ്ടത് ഏറ്റവും കൂടുതൽ. അപ്പോൾ അതൊക്കെ ഒരു ടെൻഷനായിരുന്നു. അതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് മോചനം കിട്ടി. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ടെനി. ഞാൻ ചങ്ങനാശ്ശേരി മാമൂടിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ 2018 മുതൽ ഞങ്ങൾക്ക് ഉടമ്പടി ഫാമിലിയിലുണ്ടെങ്കിലും ഞാൻ ഉടമ്പടി എടുക്കുന്നത് 15/12/2023 അതിനു മുന്നേ തന്നെ മാതാവിൻ്റെ വലിയ അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു. ഞാൻ 2021 ആയപ്പോഴേക്കും വൈഫിന് ഉടമ്പടി ഉണ്ടായിരുന്നുകൊണ്ട് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2021 എനിക്ക് രണ്ടാമത്തെ മകളുണ്ടായപ്പോൾ ഞാൻ ആഗ്രഹിച്ചു എനിക്കൊരു വണ്ടി വാങ്ങിക്കണം, കാറ് വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് ഒരു കാറല്ല 2 കാറ് വാങ്ങിക്കാൻ മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫീൽഡെന്ന് പറയുന്നത് ഓഫ്ഷോർ ഫീൽഡാണ്. ഓഫ്ഷോറിൽ റോപ്പ് ആക്സസ് എന്ന് പറയുന്ന ഒരു ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതിന് 2023 മുതൽ ഒരു ഓൺലൈൻ എക്സാം വരികയും ഞാൻ എഴുതുന്നതിന് മുന്നേ ഉള്ള എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഭാഗങ്ങളിൽ എൻ്റെ കൂട്ടുകാർ 2-3 പേരൊക്കെ ഫെയിലാകുകയും അവർ റീടെസ്റ്റിന് എൻ്റെ കൂടെ വരികയും ചെയ്തു. ഓൺലൈൻ എക്സാം എഴുതി പാസ്സായാൽ മാത്രമേ ഉള്ളൂ പ്രാക്ടിക്കൽ എക്സാം നമുക്ക് കയറാൻ സാധിക്കുകയുള്ളൂ.
അപ്പോൾ അവർ ഫെയിലായി വന്നപ്പോൾ എനിക്കും ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടിയിലെ വൈഫിൻ്റെ ഉടമ്പടിയിൽ ഉപ്പെടുത്തുകൊണ്ട് പോയി അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ സിസ്റ്റത്തിൽ എല്ലാവർക്കും 6 പേരോട് ഞാൻ പറഞ്ഞു നമ്മളെല്ലാവരും ജയിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മാതാവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ ഫലമായിട്ട് ഞങ്ങൾ 6 പേരും ഓൺലൈൻ എക്സാം പാസ്സാകുകയും ചെയ്തു. കോഴ്സിൻ്റെ പേര് റോപാക്സിസ് ഇറാട്ട എന്ന് പറയുക, UK ബേസ് ചെയ്തുള്ള എക്സാമാണ് നടക്കുന്നത്. ഓൺലൈനായിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. പ്രാക്ടിക്കലായിട്ടുള്ള അവർ അസസർമാർ UK നിന്ന് വന്നതാണ് അസസ്മെൻറ്റ് ചെയ്യാറുള്ളത്. അത് വളരെ ഞങ്ങളെല്ലാവരും തന്നെ പാസ്സാകുകയും ചെയ്തു. അടുത്തത് എനിക്ക് നല്ല ദേഷ്യവും ഉടമ്പടിയൊക്കെ എടുക്കുന്നതിന് മുന്നേ ഭയങ്കര ദേഷ്യവും ക്ഷമിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. ഉടമ്പടിയിലൊക്കെ വന്നതിന് ശേഷം നല്ലപോലെ ക്ഷമിക്കുവാനും നല്ലപോലെ സംസാരിക്കുവാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കാണുന്നു. പിന്നെ ഏറ്റവും വലിയൊരു സാക്ഷ്യമായിട്ട് ഞാനിപ്പോൾ വന്നത് പെട്ടെന്ന് പറയാൻ കാരണം, ഞാൻ പറഞ്ഞ പോലെ ഓഫ്ഷോർ ആയിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് 42 ദിവസം ജോലി 42 ദിവസം നാട്ടിലുമായിരുന്നു. ഞങ്ങളുടെ വെക്കേഷൻ റൊട്ടേഷൻ അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ നാട്ടിൽ വരികയും വന്നതിന് ശേഷം കമ്പനി വിളിച്ചു പറഞ്ഞു കമ്പനിയുടെ ജോബ് നഷ്ടമായി, കോൺട്രാക്റ്റ് നഷ്ടമായി, അതുകൊണ്ട് ഇനി ഇടയ്ക്കെപ്പോഴേക്കേ ജോലി ഉണ്ടാകത്തുള്ളൂ, അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പല കമ്പനികളിൽ അപ്ലൈ ചെയ്തു. 1-2 നല്ല ഇൻ്റർവ്യൂകളൊക്കെ നടന്നു. പക്ഷേ ഇൻ്റർവ്യൂ നടന്ന് ഓഫർ ലെറ്റർ വരുമ്പം ഒന്നില്ലേ എനിക്കിഷ്ടപ്പെടത്തില്ല, ഒന്നിലെ ലോങ് ആയിട്ടുള്ള വെക്കേഷൻ ആയിരിക്കും, മീൻസ് 1 വർഷമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ സാലറി ഇഷ്ടപ്പെടാതെ വരും. അതുകൊണ്ട് ഞാൻ മാറി നിന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ മാതാവിനോട് ചോദിച്ചു എന്താണ് തീരുമാനം, തീർച്ചയായും പറ, ഒത്തിരി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാര്യം 6 മാസം ഞാൻ നാട്ടിൽ നിന്നാലും എനിക്കൊരു കുറവും ഉണ്ടായില്ല. കാര്യം ഉടമ്പടിയിലെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുത്തോട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു എനിക്കൊരു കുറവും ഉണ്ടാകത്തില്ലെന്ന്. ഞാൻ ജോലി എടുത്ത് ജീവിച്ച സമയത്തെ കഴിഞ്ഞും കൂടുതൽ നല്ലതായിട്ട് എനിക്ക് ഈ 6 മാസം നല്ല രീതിയിൽ ജീവിക്കാൻ മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ കഴിഞ്ഞ സെപ്റ്റംബറിൽ അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടിക്കൊണ്ടിരുന്ന് അന്നാണ് ഞാൻ അമ്മയോട് ചോദിക്കുന്നത്, അമ്മയുടെ തീരുമാനം ഇതുവരെയും പറഞ്ഞില്ലല്ലോ, എനിക്കൊരു തീരുമാനത്തിലേക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. അങ്ങനെ അമ്മ, ഞാൻ ആ അച്ഛൻ്റെ ധ്യാനം കഴിഞ്ഞ് പുറത്തോട്ട് വരികയും എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിക്കുക ഒരുപോലെ ആയിരുന്നു, നിൻ്റെ ഒരു ബയോഡാറ്റ എനിക്ക് ഫോർവേഡ് ചെയ്യേ, ഞാനൊരു കമ്പനി കൊടുക്കാം, അബുദാബി ഒരു കമ്പനിയിൽ ഒരു വേക്കൻസി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊടുക്കുകയും ഒരാഴ്ചക്കുള്ളിൽ ഇൻ്റർവ്യൂ നടന്നു. പിറ്റേ ആഴ്ച ഒരു ഓഫർ ലെറ്റർ അയച്ചു. നല്ല ഓഫർ ലെറ്റർ ആയിരുന്നു. വെക്കേഷനും ഞാൻ ഉദ്ദേശിച്ച കഴിഞ്ഞും നല്ലതുപോലെ 56 ദിവസം ജോബും 28 ദിവസത്തെ ലീവും, കൂടുതൽ ദിവസം വർക്ക് ചെയ്യാനും ഉള്ള എനിക്ക് എൻ്റെ പ്രാർത്ഥനയിൽ അതുണ്ടായിരുന്നു. കാര്യം 42 ദിവസം വർക്ക് ചെയ്തിട്ട് 42 ദിവസം നാട്ടിൽ നിൽക്കുമ്പം ഇച്ചിരിയൊക്കെ സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടാകുമായിരുന്നു. അതിൽ നിന്ന് കൂടുതലായിട്ട് ജോബ് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചായിരുന്നു. അപ്പോൾ അതെനിക്ക് അമ്മ അത് വളരെ അനുഗ്രഹമായിട്ട് തരികയും ചെയ്തു. 56 ദിവസം ജോബും 28 ദിവസം നാട്ടിൽ വെക്കേഷനും നിൽക്കുവാനുള്ള ദൈവാനുഗ്രഹം അമ്മ തന്നു. അതിന് അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ഇവിടുന്ന് പോകുമ്പോഴൊക്കെ തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുകയും പിന്നെ ഇവിടെ നാട്ടിൽ വരുന്ന സമയത്ത് തന്നെ ഞാൻ തെങ്കാശി അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയങ്ങളിലൊക്കെ പത്രം കൊണ്ട് കൊടുക്കുകയും റെയിൽവേ സ്റ്റേഷൻ, ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ എല്ലാം നടന്ന് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് എന്നെ ചോദിക്കുന്നവർക്കെല്ലാം എന്നെ കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. അനാഥാശ്രമങ്ങളിൽ അവിടെ എല്ലാം ചെന്ന് അവർക്ക് വേണ്ട ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇതിലെല്ലാം അനുഗ്രഹിച്ച അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. നാളെ ഞാൻ തിരിച്ച് അബുദാബിയിലേക്ക് പോവുകയാണ് 6 മാസത്തിന് ശേഷം. എൻ്റെ വിസയും ടിക്കറ്റും എൻ്റെ കയ്യിലുണ്ട്. ഇത് അമ്മയെ വന്നു കഴിഞ്ഞുകൊണ്ട് അമ്മയെ കൊണ്ട് കാണിച്ചായിരുന്നു. നാളെ ഞാൻ വൈകുന്നേരം 11 മണിക്കാണ്, രാത്രി 11 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. അമ്മയ്ക്കും ഈശോയ്ക്കും നല്ലൊരു ജോലി തന്നതിന് അനുഗ്രഹിച്ചതിന്, പിന്നെ നല്ലൊരു ജോലി തന്ന് അനുഗ്രഹിച്ചതിന് ഒത്തിരി നന്ദി.